ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസിന്റെ SIT ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോപാൽ ശിലാസന വിവരവുമായി. ഗോപാൽ, ഇപ്പോൾ അന്വേഷണം വൈകുന്നു, നീളുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അട്ടിമറിക്കുന്നു എന്നൊരു ആരോപണം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലുമില്ല. എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ? അതായത് പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രതികളെന്ന് പറയപ്പെടുന്നവരെ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവരെ സംരക്ഷിച്ചു നിർത്തുന്നു പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഗോപാൽ, പറയാം, പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഈ പ്രതിഷേധം SIT ഓഫീസിന് മുന്നിലേക്കാണല്ലോ. അതെ സ്മൃതി, ഈ പ്രതിഷേധം ഇഞ്ചക്കലെ SIT ഓഫീസിലേക്കാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജലീഷിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഉണ്ടും തള്ളും വാക്കേറ്റം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിന് സമീപത്തായുള്ള ദേശാഭിമാനിയുടെ ഫ്ലെക്സ് ബോർഡുകളും DYFIയുടെ കൊടിമരവും അടക്കം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശാഭിമാനിയുടെ ബോർഡ് ഈ പ്രവർത്തകർ എടുത്ത് ഇത്തരത്തിൽ ബാരിക്കേഡിന്റെ മുകളിലേക്ക് എടുത്ത് എറിയുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു DYFIയുടെ കൊടിമരവും ഉണ്ടായിരുന്നു. ആ കൊടിമരം വലിച്ച് താഴെയിടാനുള്ള ശ്രമം കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ സംരക്ഷിച്ചു. വീടുകളുണ്ട് ഈ വഴിയിലേക്ക് രണ്ട് വീടുകളുണ്ട്. ഈ വീടുകളുടെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിയത്. ഇതോടുകൂടിയാണ് ഒരു ചെറിയ തോതിൽ കയ്യാങ്കളിയിലേക്കും ചെറിയ തോതിൽ വാക്കേറ്റത്തിലേക്കും കാര്യങ്ങൾ പോകുന്നത്. പോലീസിന്റെ ഷീൽഡുകൾ പിടിച്ചു വാങ്ങി നിലത്തെറിയുന്നതും പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നതുമൊക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. മൂന്നാം വട്ടവും ജലപീരങ്കിക്കുള്ള സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ മൂന്നാമതും ജലപീരങ്കി നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ഒരു സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിലും ഒരു സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡുകൾ വലിച്ചു മാറ്റി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ബലം പ്രയോഗിച്ചടക്കം മാറ്റാൻ പിന്മാറുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ട്. ഇഞ്ചക്കല്ലെ SIT ആസ്ഥാനത്തിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പല തവണയായി 3 തവണയെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജലീഷിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം തുടരുന്നത്. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ SITയുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്.